സ്റ്റുഡന്റ് ഇന്ന് +1 ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ സേക്കാർക്ക് വേണ്ടിയിട്ട് ബയോളജിന്റെ ക്വിക്ക് റിവിഷൻ വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി ഫിസിക്സും കെമിസ്ട്രിയും അപ്ലോഡഡ് ആണ്. അപ്പൊ ഇനി ബയോളജി മാത്രമേ ഉള്ളൂ. മാത്സ് നമുക്ക് അങ്ങനെ ഇടാൻ പറ്റില്ല, ബിക്കോസ് മാത്സ് ഇന്നൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റിനേ വരുള്ളൂ, ഇന്നത് വരില്ല എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അത് വന്നില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് പൊങ്കാല തരും. അതുകൊണ്ട് ഞങ്ങൾ അതിന് റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. പറയുമ്പോൾ ഒരുപാട് പറയും, നിങ്ങൾക്ക് തോന്നും ഇത്രയും പറയണമെന്ന്. പറയാതിരുന്നിട്ട് അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് വന്നില്ല എന്ന് ചോദിക്കുകയും ചെയ്യും. അപ്പോൾ ബയോളജിന്റെ കേസ് ഞാൻ പറയാം. ബയോളജി ബോട്ടണി വരെ സുവോളജി വരെയാണ്. നമ്മൾ ആദ്യം നോക്കുന്നത് ബോട്ടണിയാണ്. ഓക്കെ, അപ്പോൾ ബോട്ടണിയിൽ ടോട്ടൽ 8 ചാപ്റ്റർ ആണുള്ളത്. ഇത് നമുക്ക് നോക്കാം, ഓരോ ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് നോക്കാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇന്നൊരു കാര്യം ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഇതിന് ഒരുപാട് സ്ട്രെസ് ചെയ്ത് നമുക്ക് കെമിസ്ട്രീന്റെ കേസിലും ബയോളജിന്റെ കേസിലും മാത്സിന്റെ കേസിലും പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരുപാട് ടേമുകൾ ഞാൻ പറയാം, ഇത് നോക്കണം ഇത് നോക്കണം. ആ ടേംസ് ഒക്കെ നമ്മൾ നോക്കിയിട്ട് പോകണം കേട്ടോ. ഓക്കെ, ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് കുറച്ച് ചെറിയ ചാപ്റ്റർ ഒക്കെയാണ്. അതിൽ ആദ്യം 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, അതായത് കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം ആനിമേലിയ, അല്ലെ? ആനിമൽസ് ഒരു കിങ്ഡത്തിലാക്കി, പ്ലാന്റ്സിനെ ഒരു കിങ്ഡത്തിലാക്കി. അപ്പൊ ഈ 2 കിങ്ഡം ആണ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻസിൽ വരുന്നത്. അതിന് കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്. അപ്പൊ എന്താണ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ? അതിന് കുറച്ച് ഡ്രോബാക്സ് ഒന്ന് പഠിച്ചു വെക്കുക. അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും സ്കിപ്പ് ചെയ്യണ്ട. ഓക്കെ, അത് പഠിച്ചു വെക്കുക. അടുത്തത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കിടക്കുന്നതാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 5 കിങ്ഡംസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തത് ഏതൊക്കെയാണ്? 5 കിങ്ഡംസ്: കിങ്ഡം മൊണേറ, പ്രൊട്ടിസ്റ്റ, ഫംജൈ, പ്ലാന്റ് ആൻഡ് ആനിമേലിയ. ഈ 5 കിങ്ഡംസിന്റെ പേരും അത് വിറ്റാക്കർ ആണ് ക്ലാസിഫൈ ചെയ്തത്. അറിയില്ലേ, വിറ്റാക്കർ ആണ് ക്ലാസിഫൈ ചെയ്തത്. അപ്പൊ ഈ 5 കിങ്ഡംസിന്റെ പേരും അതിലെ ഓരോ കിങ്ഡത്തിനെ കുറിച്ചും അറിഞ്ഞിരിക്കണം. ഓക്കെ, അതിലെ ഓരോ കിങ്ഡത്തിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ആദ്യം എന്താണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഗുണങ്ങൾ എന്താണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ എന്ന് കൂടെ കുറച്ച് 3-4 പോയിന്റ് എങ്കിലും പഠിച്ചു വെക്കണം. അപ്പൊ ആദ്യം മൊണേറന്റെ കേസ് എടുക്കണം. ആദ്യത്തെ കിങ്ഡം ആണ് കിങ്ഡം മൊണേറ, അല്ലെ? മൊണേറന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ആർക്കിയ ബാക്ടീരിയ വരുന്നുണ്ട്, യു ബാക്ടീരിയ വരുന്നുണ്ട്, മൈക്കോപ്ലാസ്മ വരുന്നുണ്ട്. അപ്പൊ ആർക്കിയ ബാക്ടീരിയനകത്തുള്ള ടോപ്പിക്കുകളെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണുന്ന ടേംസ് ഒക്കെ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഹാലോഫൈൽസ്, തെർമോഅസിഡോഫൈൽസ്, മെത്തനോജൻസ്. അപ്പൊ ഹാലോഫൈൽസ് എന്താണ്, തെർമോഅസിഡോഫൈൽസ് എന്താണ്? ഹാലോഫൈൽസ് എന്താണ്? ഹൈ സോൾട്ട് ആയിട്ടുള്ള റീജിയൻസിൽ ജീവിക്കാൻ പറ്റുന്ന ഓർഗാനിസംസ്. തെർമോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ ടെമ്പറേച്ചറിൽ ജീവിക്കാൻ പറ്റുന്ന ഓർഗാനിസംസ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് ടേമുകളൊക്കെ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. യു ബാക്ടീരിയന്റെ കേസ് എടുക്കാൻ, യു ബാക്ടീരിയനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഷേപ്പിന്റെ ബേസിസിൽ, അതിന് വ്യത്യസ്തമായ ഷേപ്പിന്റെ ബേസിസിൽ അതിനെ കോക്കസ്, ബാസിലസ്, വിബ്രിയോ, സ്പൈറലം എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കോക്കസ് എന്ന് പറഞ്ഞാൽ സ്പെറിക്കൽ ആണ്, സ്പൈറലം എന്ന് പറഞ്ഞാൽ സ്പൈറൽ ഷേപ്ഡ് ആണ്. അങ്ങനെ ഓരോന്നിന്റെ ഷേപ്പിനും എന്തിനൊക്കെ റെപ്രസെന്റ് ചെയ്തു നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ ആ 3-4 ക്ലാസിഫിക്കേഷൻ, കോക്കസ്, ബാസിലസ്, വിബ്രിയോ, സ്പൈറലം, ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അവസാനത്തെയാണ് മൈക്കോപ്ലാസ്മ. മൈക്കോപ്ലാസ്മ അത്ര ഇമ്പോർട്ടന്റ് അല്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് കുറച്ച് ചെറിയൊരു ടോപ്പിക് ആയിരിക്കും, 2-3 സെന്റൻസ് ഒക്കെ ഉള്ളത്. ഇമ്പോർട്ടന്റ് ആയിട്ട് ഡെഫിനിഷൻസ് കാണുകയാണെങ്കിൽ നല്ലോണം ഒന്ന് വായിച്ചു പോവാ, അല്ലെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് പോയാൽ മതി. അടുത്ത കിങ്ഡത്തിലേക്ക് കിടക്കാം. അതുകൊണ്ട് ആദ്യത്തെ കിങ്ഡം മൊണേറയായിരുന്നു, അത് കഴിഞ്ഞു. അടുത്തത് കിങ്ഡം പ്രൊട്ടിസ്റ്റ, രണ്ടാമത്തെ കിങ്ഡം പ്രൊട്ടിസ്റ്റ. ഈ പ്രൊട്ടിസ്റ്റ എന്ന് പറഞ്ഞ കിങ്ഡം ജനറലി ടോട്ടലായിട്ട് 5 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അല്ലെ? ക്രിസ്റ്റോഫൈറ്റ്സ്, ഡിനോഫ്ലാജെല്ലെ, ജൂഗ്ലിനാസ്, സ്ലൈമോൾസ്, പ്രോട്ടോസോവൻസ് ആക്കിയിട്ടാണ് മെയിൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എടുക്കാം. ആദ്യത്തെ ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് ആണ് ഡയാറ്റംസ്. ഡയാറ്റംസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം ആണ്. ഡയാറ്റംസും ഡയാറ്റമേഷ്യസ് എർത്തും. ഡയാറ്റമേഷ്യസ് എർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയാറ്റംസ് എന്താ പറയാ, ബയോഡിഗ്രേഡ് ആയിട്ട്, അല്ലെങ്കിൽ സെൽ വാൾസിന്റെ ഡയാറ്റംസിന്റെ സെൽ വാൾസിന്റെ റെപ്രസെന്റേഷൻ, അതിന്റെ ഡെപ്പോസിഷൻ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡയാറ്റമേഷ്യസ് എർത്ത് എന്ന് പറയുന്നത്. ഡയാറ്റമേഷ്യസ് എർത്തിന്റെ കുറച്ച് യൂസസും കൂടെ, 2 യൂസസ് എങ്കിലും മിനിമം പഠിച്ചു വെക്കണം. ഡയാറ്റംസിനെ കുറിച്ച് പഠിക്കുക, ഡയാറ്റമേഷ്യസ് എർത്ത് കുറച്ച് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഗോൾഡൻ ആൽഗേനെ കുറിച്ച് നമ്മൾ പഠിക്കണം. അടുത്തതാണ് ഇമ്പോർട്ടന്റ് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ, ഡിനോഫ്ലജല്ലേറ്റ്സ്. ഓക്കെ, ഡിനോഫ്ലജല്ലേറ്റ്സിൽ വരുന്ന ടേം ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് റെഡ്ടൈറ്റ്സ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, കടല് റെഡ് ആയിട്ട് കാണുന്നത് അതൊരു ടോക്സിക് ഇഫക്റ്റ് ആണ്. അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാലോ, അല്ലെ? ഓരോന്നും ഇങ്ങനെ വലുതാക്കി പറഞ്ഞാൽ നമ്മുടെ വീഡിയോ തീരില്ല. അപ്പൊ റെഡ്ടൈറ്റ്സ് എന്താണ് എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം, പഠിക്കണം. ഓക്കെ, അടുത്തത് യുഗ്ലിനോയിഡ്സ്. യുഗ്ലിനോയിഡ്സിൽ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇന്നൊരു ടേം പർട്ടിക്കുലർ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടൊന്നും എനിക്ക് നോക്കിയപ്പോൾ ഒന്നും അങ്ങനെ തോന്നിയില്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒന്ന് വായിച്ചു വിടെങ്കിലും ചെയ്യാം. ഓക്കെ, അത് അതിൽ ഇമ്പോർട്ടന്റ് ഇല്ല എന്ന് പറഞ്ഞാൽ സ്കിപ്പ് ചെയ്യാതെ ജസ്റ്റ് അത് വായിക്കുക. കാരണം ബയോളജിയിൽ എന്ത് വേണമെങ്കിലും ചോദിക്കാം, അല്ലെ? എന്ത് വേണമെങ്കിലും 1 മാർക്കിന് എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ യുഗ്ലിനോയിഡ്സ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് വായിക്കുക. സ്ലൈമൗൾസും അതേപോലെയാണ്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ടേം ഒന്നും എനിക്ക് ഒന്നും ഉള്ളതായിട്ട് തോന്നിയില്ല, നിങ്ങൾക്ക് പറയാൻ തോന്നിയില്ല. അപ്പൊ ജസ്റ്റ് ആ 2 സ്ലൈമൗൾസും യുഗ്ലിനോയിഡ്സും ഒന്ന് വായിച്ചു പോവാം. അവസാനത്തെ 5ാമത്തെ ക്ലാസിഫിക്കേഷൻ പ്രൊട്ടിസ്റ്റയിലെ പ്രോട്ടോസോവൻ ആണ്. അപ്പൊ പ്രോട്ടോസോവനകത്ത് ഫർദർ ആയിട്ട് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രോട്ടോസോവൻ, പിന്നെയും
അകത്ത് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? അമീബോയ്ഡ് പ്രോട്ടോസോവൻ, ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവൻ, സിലിയേറ്റഡ് പ്രോട്ടോസോവൻ ആൻഡ് സ്പോറോസോൺസ്. അപ്പോൾ അമീബോയ്ഡ് പ്രോട്ടോസോവൻ എന്താണെന്ന് ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ അത് എന്താണെന്ന് അതിനകത്ത് വരുന്ന കണ്ടന്റ് എന്ന് വായിക്കണം. ഫ്ലജലേറ്റഡ് വായിക്കണം, സിലിയേറ്റഡ് വായിക്കണം, സ്പോറോസോൺസും വായിക്കണം. അപ്പോൾ പ്രോട്ടോസോവനിൽ മാത്രമാണ് അകത്ത് 4 ക്ലാസിഫിക്കേഷൻസ് വരുന്നത്. ഡയാറ്റംസ്, ഡയാറ്റോമേഷ്യസ് എർത്ത്, ഗോൾഡൻ ആൽഗെ, റെപ്റ്റൈൽസ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ടേംസ് ആണ്, സ്കിപ്പ് ചെയ്യാതെ പഠിക്കണം. അത് നമുക്ക് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ, അതായത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ മൊണേറ കഴിഞ്ഞു, പ്രൊട്ടിസ്റ്റ കഴിഞ്ഞു. അടുത്തത് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള ഫംജൈ അല്ലെ, ഫംഗസ് അല്ലെങ്കിൽ ഫംജൈ, ഫംഗൈ എന്നൊക്കെ പറയുന്നവരുണ്ട്. ഫംജൈ. ഓക്കെ, അതിന്റെ ബോഡിയിൽ നമ്മൾ എന്ത് പറയും? മൈസീലിയം എന്ന് പറയും. അപ്പൊ മേജർ ഹൈഫേ, മൈസീലിയം, സെപ്റ്റേറ്റ്, അങ്ങനെ കുറച്ച് ടേംസ് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് മൈസീലിയം? ഫംഗൽ ബോഡീനെ പറയുന്ന പേരാണ് മൈസീലിയം. ഹൈഫേ എന്താണ്, സെപ്റ്റേറ്റ് എന്താണ്, അതൊക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ ഫംഗസിന്റെ അല്ലെങ്കിൽ ഫംജൈന്റെ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കൈറ്റിനും പോളിസാക്രൈഡ്സും കൊണ്ടാണ് ഫംഗസിന്റെ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. കൈറ്റിൻ ആൻഡ് പോളിസാക്രൈഡ്സ്, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ സിംബയോട്ടിക് അസോസിയേഷൻ എന്താണ്? ഫംഗസും അല്ലെങ്കിൽ ഫംഗസിനകത്ത് വരുന്ന ആൽഗയും പിന്നെ ലൈക്കനും കൂടെയുള്ള അസോസിയേഷനെയാണ് നമ്മൾ എന്ത് പറയാ? സിംബയോട്ടിക് അസോസിയേഷൻ എന്ന് പറയാം. അപ്പൊ എന്താണ് സിംബയോട്ടിക് അസോസിയേഷൻ? ലൈക്കനും ആൽഗയും തമ്മിലുള്ള അസോസിയേഷൻ ആണ്, അല്ലെങ്കിൽ ന്യൂട്രീറ്റീവ് സൈക്കിൾ, അല്ലെങ്കിൽ രണ്ടുപേരും ന്യൂട്രീഷൻ ഉള്ള കണക്ഷൻ ആണ് നമ്മുടെ സിംബയോട്ടിക് അസോസിയേഷൻ. അത് അറിഞ്ഞിരിക്കണം. മൈക്രോറൈസ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. സിംബയോട്ടിക് അസോസിയേഷൻ, മൈക്രോറൈസ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് ഈ ഫംഗസ് എന്ന് പറഞ്ഞ സാധനത്തിനെ ഫർദർ ആയിട്ട് 4 ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് ഇൻട്രോ പാർട്ടിൽ വരുന്നതാണ്. അതിന്റെ ബോഡീന്റെ പേര്, അതിന്റെ ഹൈഫേ, സെപ്റ്റേ, പിന്നെ അങ്ങനെ സെൽ വോള്, അങ്ങനെ വരുന്ന ടേംസ് ഒക്കെ ഇൻട്രൊഡക്ഷനിൽ വരുന്നതാണ്. മെയിൻ ആയിട്ട് ഫംഗസ് 4 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ് 4 ടേംസ്? ഫൈക്കോമൈസീറ്റ്സ്, ആസ്കോമൈസീറ്റ്സ്, ബെസിഡിയോമൈസീറ്റ്സ് ആൻഡ് ട്യൂട്രോമൈസീറ്റ്സ്. ഫൈക്കോ, ആസ്കോ, ബെസിഡിയോ, ട്യൂട്രോ. ഇതിൽ ഓരോന്നോരോന്നായി എടുത്ത് തന്നെ പഠിക്കണം. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന എക്സാമ്പിൾസിന്റെ കേസ് നന്നായി നോക്കി വെക്കാം. ഓരോന്നിന്റെ ഇപ്പൊ ഫൈക്കോമൈസിസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കണ്ടന്റ് ഒന്ന് വായിക്കുക, അതിന്റെ എക്സാമ്പിൾസ് നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. അപ്പൊ എക്സാമ്പിൾസ് ഒരു ചോദ്യത്തിൽ എക്സാമ്പിൾസിന് ഇമ്പോർട്ടന്റ് ആയിട്ട് സെക്ഷൻ ഓഫ് മാർക്ക് ഉണ്ട്, ബയോളജിയിൽ അങ്ങനെ ഇടാറുണ്ട്. ഓക്കെ, ഇനി ലാസ്റ്റ് നമ്മുടെ മൂന്നാമത്തെ കിണ്ഡമായിട്ടുള്ള ഫംഗൈ കഴിഞ്ഞു. ഒരു 4ഉം 5ഉം പ്ലാന്റേയും ആനിമേലിയയും അല്ലെ. പ്ലാന്റേന്റെ കേസിലും ആനിമേലിയന്റെ കേസിലും പറയുകയാണെങ്കിൽ പ്ലാന്റ്സിന്റെ സെൽ വോളിന്റെ പിന്നെ പ്ലാന്റ്സിന്റെ സെൽ സ്ട്രക്ചർ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ജസ്റ്റ് അത് ഒരുമിച്ച് ഓവറോൾ ആയിട്ട് ഒരു 2 തവണ മനസ്സിരുത്തി വായിച്ചു കഴിഞ്ഞാൽ മതിയാവും. വേറെ എക്സ്ട്രാ ഇമ്പോർട്ടന്റ് എന്ന് പറയാനൊന്നുമില്ല. ആനിമേലിയന്റെ കേസിലും അതേപോലെ തന്നെയാണ്. കാരണം നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ, സുവോളജിയിലെ സെക്കൻഡ് ചാപ്റ്ററും ബോട്ടണിയിലെ സെക്കൻഡ് ചാപ്റ്ററും പ്ലാന്റ്സിനെ കുറിച്ചും ആനിമൽസിനെ കുറിച്ചുമാണ്. അപ്പൊ പിന്നെ അതിലായിരിക്കും ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് വരിക. ഇതിൽ നമുക്ക് അങ്ങനെ പഠിക്കാനില്ല. അപ്പൊ പ്ലാന്റ്സിന്റെ കേസിൽ എന്താണ് വരുന്നത്? ആ ഒരു ചെറിയ കണ്ടന്റ് ഉണ്ടാവും, ടെക്സ്റ്റിൽ അത് വായിക്കണം. ആനിമേലിയന്റെ കേസിലും വായിക്കണം. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് വൈറസസും വൈറോയിഡ്സ്, ബാക്ടീരിയോഫേജ്, ലൈക്കൻസ് ഒക്കെ പറയുന്ന കുറച്ച് ടേംസ്. എന്താണ് വൈറസ്? വൈറസിൽ DNA എങ്ങനെയാണ്, DNA-ന്റെ സ്ട്രക്ചർ, അങ്ങനെയുള്ള കേസസ് ഒക്കെ പറയാം. വൈറോയിഡ്സിന്റെ കേസസിൽ പറയാം. ബാക്ടീരിയോഫേജ് എന്താണ്, ഡെഫിനിഷൻ എന്താണ് ബാക്ടീരിയോഫേജ് എന്ന് അറിഞ്ഞിരിക്കണം. ലൈക്കൻസ് നമ്മൾ അപ്പോഴും പഠിച്ചതല്ലേ. ഫംഗസിന്റെ കേസിൽ ലൈക്കനും ആൽഗയും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് സിംബയോട്ടിക് അസോസിയേഷൻ. എന്താണ് ലൈക്കൻ എന്ന് അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങളിൽ ഒന്ന് തറോ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ തീർന്നു. ഓക്കെ, നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ഒരുപാടായിട്ട് തോന്നും, പക്ഷെ കുറച്ച് ചെറിയ ടേംസ് ആണ്. നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കിടക്കാം. ദാറ്റ് ഈസ് പ്ലാന്റ് കിങ്ഡം അല്ലെ. പ്ലാന്റ് കിങ്ഡം നമുക്കറിയാം. അതിൽ ആദ്യം വരുന്ന 2 ടേംസ് ആണ് സൈറ്റോ ടാക്സോണമിയും കീമോ ടാക്സോണമിയും. ഓക്കെ, സൈറ്റോ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽ അല്ലെ. സൈറ്റോ ടാക്സോണമിയും കീമോ ടാക്സോണമിയും ഈ 2 ടേംസ് എന്താണെന്ന് ജസ്റ്റ് 1 മാർക്കിനെങ്കിലും ചോദിച്ചാൽ എഴുതാൻ പറ്റണം. അപ്പൊ അത് അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്തത് പ്ലാന്റ് കിങ്ഡം ഫർദർ ആയിട്ട് 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്ലാന്റ് കിങ്ഡം നമ്മളിപ്പോ ഫംഗസ് 5 ക്ലാസിഫൈ ചെയ്യുന്ന 4 ക്ലാസിഫൈ ചെയ്യാന്ന് പറയില്ലേ, അതേപോലെ ആ പ്ലാന്റ് കിങ്ഡം 5 ആയിട്ട് പിന്നെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പം, ആൻജിയോസ്പം. ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പം, ആൻജിയോസ്പം. ഇതാണ് പ്ലാന്റ് കിങ്ഡത്തിന്റെ ഫർദർ ആയിട്ടുള്ള 5 ക്ലാസിഫിക്കേഷൻസ്. ഓക്കെ, ഇതിൽ നമ്മൾ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആൽഗെയാണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ അല്ലെ. ആൽഗേന്റെ സ്ട്രക്ചർ, ആൽഗേന്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ, ആൽഗെ ഇതൊക്കെ സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ല, ഏത് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് അത് കാണിക്കുന്നത്, അസെക്ഷൽ ആണോ സെക്ഷൽ ആണോ, അതിനെ കുറിച്ച് എന്താണെന്ന് പഠിക്കണം. പിന്നെ അതിന്റെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എക്കണോമിക് ഇമ്പോർട്ടൻസ്. ആൽഗേന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് പഠിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഈ ആൽഗയെ തന്നെ ഫർദർ ആയിട്ട് 3 ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബയോളജിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ക്ലാസിഫിക്കേഷൻസ് കൂടുതലാണ്. അപ്പൊ കൺഫ്യൂസ്ഡ് ആവാതെ വേണം ഓരോ ക്ലാസിഫിക്കേഷൻസ് പഠിക്കാൻ. അപ്പോൾ ആൽഗയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ആദ്യം അതിന്റെ ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ പഠിക്കുക, അതിന്റെ സ്ട്രക്ചർ പഠിക്കുക, അങ്ങനെയൊക്കെ പഠിക്കുക. ഓക്കെ, ഇനി അടുത്തതിന്റെ ക്ലാസിഫിക്കേഷന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസും ഉണ്ട്. അതിന്റെ ക്ലാസിഫിക്കേഷന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ക്ലോറോഫൈസിയെ, ഫിയോഫൈസിയെ, റോഡോഫൈസിയെ.
ഏതൊക്കെയാണ്? ക്ലോറോ, ഫിയോ ആൻഡ് റോഡോഫൈസിയ. ക്ലോറോഫൈസിയന്റെ വേറൊരു പേരാണ് ഗ്രീൻ ആൽഗെ അല്ലെ. ഗ്രീൻ കളറുള്ള ആൽഗേനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലോറോഫൈസിയെ. അടുത്തത് ഫിയോഫൈസിയ. ഫിയോഫൈസിയന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ വേറൊരു പേരിട്ട് വിളിക്കാറുണ്ട്, അതാണ് ബ്രൗൺ ആൽഗെ. ഓക്കെ, ഫിയോഫൈസിയന്റെ വേറൊരു പേരാണ് ബ്രൗൺ ആൽഗെ. ബ്രൗൺ കളറുള്ള ആൽഗേനെയാണ് നമ്മൾ ഫിയോഫൈസിയ എന്ന് പറയാം. അവസാനത്തെ റോഡോഫൈസിയ. റോഡോഫൈസിയ എന്ന് പറഞ്ഞാൽ റെഡ് ആൽഗെ. റെഡ് കളറുള്ള ആൽഗേനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റോഡോഫൈസിയ. ഇത് മൂന്നിനും വേറെ വേറെ എക്സാമ്പിൾസ് ഉണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമ്പിൾസ് തറോ ആയിട്ട് തന്നെ പഠിക്കണം. തിരിഞ്ഞു പോവാൻ ചാൻസസ് ഉണ്ട്. മൂന്നെണ്ണത്തിന് നമ്മൾ എക്സാമ്പിൾസ് പഠിക്കണമല്ലോ. അപ്പൊ മൂന്നും തിരിഞ്ഞു പോവാതെ കൃത്യമായിട്ട് ഈ മൂന്നെണ്ണത്തിനും എക്സാമ്പിൾസ് വെച്ചിട്ട് പഠിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ, അതായത് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ നമ്മുടെ ആൽഗെ ആയിരുന്നു. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ബ്രയോഫൈറ്റ്സ്. അപ്പൊ ബ്രയോഫൈറ്റ്സിന് നമ്മൾ എന്ത് പറയും? ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് പറയാറുണ്ട്. ഈ ടേം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്റെ എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം ആരാണ് ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം? ബ്രയോഫൈറ്റ്സിനെയാണ് നമ്മൾ ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് പറയാം. ഇതിൽ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. വൈ എന്ന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് എന്ന് ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അവർക്ക് സോയിലിൽ ജീവിക്കാൻ പറ്റും, പക്ഷെ അവർക്ക് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ അതിന് എന്ത് വേണം? വെള്ളം വേണം. വാട്ടർ എസെൻഷ്യൽ ആണ്. അതുകൊണ്ടാണ് അവർ ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് പറയാൻ കാരണം. ഓക്കെ, അതിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാത്തിനും എക്കണോമിക് ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് ബ്രയോഫൈറ്റ്സിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആൽഗേനെ 5 എണ്ണമാക്കി ക്ലാസിഫൈ ചെയ്തിരുന്നു. അതെ, ആൽഗേനെ 3 എണ്ണമാക്കി ക്ലാസിഫൈ ചെയ്തിരുന്നു. ബ്രയോഫൈറ്റ്സിനെ 2 എണ്ണമാക്കി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലിവർ വേർഡ്സും മോസസും. ലിവർ വേർഡ്സും മോസസും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ടിന്റെയും ഡിഫറൻസ് ആയിട്ട് പഠിക്കുക. ദാറ്റ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ലിവർ വേർഡ്സ് ആൻഡ് മോസസ് എന്ന് തന്നെ പഠിക്കുക. ടെക്സ്റ്റ് ബുക്സിൽ പ്രൊവൈഡഡ് ആണ്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ഞങ്ങൾ ആൻസേഴ്സ് പറഞ്ഞുതരാം. ഓക്കെ, ഇതോടുകൂടി ബ്രയോഫൈറ്റ്സ് കഴിഞ്ഞു. നമ്മുടെ ആൽഗയും കഴിഞ്ഞു, നമ്മുടെ ബ്രയോഫൈറ്റ്സും കഴിഞ്ഞു. ഓക്കെ, ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം മറക്കരുത് കേട്ടോ. അടുത്തത് ജിംനോസ്പേംസ് ആണ് നമ്മുടെ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ. 5 എണ്ണത്തിലെ 4ാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ജിംനോസ്പേംസ്. ഓക്കെ, ജിംനോസ്പേംസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ മെഗാസ്പോറോഫിൽ എടുക്കുക, മൈക്രോസ്പോറോഫിൽ. ഈ ടേംസ് ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെഗാസ്പോറോഫിലെ കുറിച്ച് പഠിക്കണം. എന്താണ് മൈക്രോസ്പോറോഫിൽ പഠിക്കണം. അതായത് ഈ ജിംനോസ്പേമിൽ ജനറലി വരുന്ന കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ജിംനോ എന്ന് പറഞ്ഞാൽ സീഡ് ആണ്, സീഡ്. നേക്കഡ് സീഡ് ഉള്ള പ്ലാന്റ്സിനെയാണ് നമ്മൾ ജിംനോസ്പേംസ് എന്ന് പറയാം. നേക്കഡ് സീഡഡ് പ്ലാന്റ്സിനെയാണ് നമ്മൾ ജിംനോസ്പേംസ് എന്ന് പറയാം. അതിനെ കുറിച്ച് ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കാം. അത്രേ ഉള്ളൂ. അപ്പോ അടുത്തത് നമ്മുടെ ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ, അതായത് ആൻജിയോസ്പേംസിന്റെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ആൻജിയോസ്പേംസിന്റെ ക്ലാസിഫിക്കേഷൻ നമുക്കറിയാം. പൂവുള്ള ചെടികളെയാണ് നമ്മൾ ആൻജിയോസ്പേംസ് എന്ന് പറയാം. അല്ലെ, പൂവ് ഒരു ചെടിയിൽ പൂ വളരണമെങ്കിൽ അവിടെ എന്ത് നടക്കണം? സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കണം. അപ്പൊ സെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് ആൻജിയോസ്പേംസിൽ നടക്കുന്നത്? ഡബിൾ ഫെർട്ടിലൈസേഷൻ. ആ പ്രോസസ്സ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് വരച്ച് പഠിക്കണം. പ്ലസ് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുമല്ലോ, ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടില്ലേ? പെൻ എന്ന് പറഞ്ഞ സാധനം, PEN. അതിന് ഫുൾ ഫോം എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ആൻജിയോസ്പേംസിന്റെ ലൈഫ് സൈക്കിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റീപ്രൊഡക്ഷൻ വരുന്ന കാര്യം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫൈനൽ പ്രൊഡക്റ്റും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ വരുന്നതാണ് ഡൈകോട്ടിലിഡൻ ആൻഡ് മോണോകോട്ടിലിഡൻ. ഡൈകോട്ടിലിഡൻ 2 കോട്ടിലിഡനുള്ള സീഡ്സിന്, മോണോകോട്ടിലിഡൻ ഒറ്റ കോട്ടിലിഡനുള്ള സീഡ്സിന്. രണ്ടിനും എക്സാമ്പിൾസ് വെച്ച് പഠിക്കണം. ഇതോടുകൂടി ആൻജിയോസ്പേംസ് എന്ന്, അതായത് ടോട്ടൽ ക്ലാസിഫിക്കേഷൻസ് എല്ലാം കഴിഞ്ഞു. 5 എണ്ണം കഴിഞ്ഞു. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഹാപ്ലോണ്ടിക്, ഡിപ്ലോണ്ടിക്, ഹാപ്ലോഡിപ്ലോണ്ടിക്. ഇത് മൂന്നും പ്ലാന്റിന്റെ ലൈഫ് സൈക്കിൾ ആണ്. ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ, ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ, ഹാപ്ലോഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. ഇതിന് ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിളിന് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ആ ഒരു ഡയഗ്രാം ഉണ്ടല്ലോ ലൈഫ് സൈക്കിളിന്റെ, അത് വരച്ച് പഠിക്കണം. ഓക്കെ, ഡിപ്ലോണ്ടിക്കിനും വരയ്ക്കണം, ഹാപ്ലോഡിപ്ലോണ്ടിക്കിനും വരയ്ക്കണം. ആദ്യം വരയ്ക്കുമ്പോൾ എല്ലാം കൂടെ മേ ബി കൺഫ്യൂസ്ഡ് ആവും. പക്ഷെ എന്തെങ്കിലുമൊക്കെ കോഡ് യൂസ് ചെയ്തിട്ടോ എങ്ങനെയെങ്കിലും ട്രിക്സിലൂടെ നിങ്ങളത് മൂന്നും വരച്ച് തന്നെ പഠിക്കണം. എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ട് അത് ചോദിക്കാറുണ്ട്. മൂന്നിനും എക്സാമ്പിൾസും പഠിച്ചു വെക്കണം. ഓക്കെ, മൂന്നിനും എക്സാമ്പിൾസ് ഇമ്പോർട്ടന്റ് ആണ്. ഡയഗ്രാം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെന്ന് പറഞ്ഞ് നിങ്ങളത് നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ, അടുത്തത് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അതായത് 3ാമത്തെ ചാപ്റ്റർ ആണ് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. കുറച്ച് വലിയ ചാപ്റ്റർ ആണ്. കുറച്ച് അൺനെസസറി ആയിട്ട് കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് എക്സാമിന് അങ്ങനെ ചോദിച്ച് കാണാറും ഇല്ല. ഓക്കെ, റീജിയൻസ് ഓഫ് റൂട്ട്. ആ റൂട്ടിന്റെ ഒരു റൂട്ട് ക്യാപ്പ്, റീജിയൻ ഓഫ് മെച്ചുറേഷൻ, അങ്ങനെയൊക്കെ പണ്ടൊരു ഫിഗർ ഉണ്ടല്ലോ, ആ ഫിഗർ ഒന്ന് വരച്ച് പഠിക്കണം. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൽ നമുക്കറിയാലോ നമ്മുടെ എക്സ്റ്റേണലി കാണുന്ന കാര്യത്തിനെയാണ്, എന്റെ എക്സ്റ്റേണലി കാണുന്ന കാര്യത്തിനെയാണ് നമ്മൾ മോർഫോളജി എന്ന് പറയാം. എന്റെ അകത്ത് കാണുന്ന കാര്യത്തിനാണ് നമ്മൾ അനാറ്റമി എന്ന് പറയാം. അല്ലെ, അപ്പൊ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. പ്ലാന്റ്സിന് പുറമേ നോക്കുമ്പോൾ എന്തൊക്കെ കാണുന്നുണ്ട്? സ്റ്റെം കാണും, റൂട്ട് കാണും, ലീഫ് കാണും, ഫ്ലവർ കാണും, അങ്ങനെ പല പലതും കാണും. അല്ലെ, അപ്പൊ നമുക്ക് ആദ്യം സ്റ്റെം എടുത്തു എന്ന് വിചാരിക്കാം. സ്റ്റെമ്മിന്റെ കാര്യം, സ്റ്റെം എങ്ങനെയൊക്കെയാണ്, സ്റ്റെം മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ ഓഫ് സ്റ്റെം എന്ന് പറഞ്ഞിട്ട് ടോപ്പിക് ഉണ്ട്. അതിനകത്ത് ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ എനിക്കൊന്നും പ്രത്യേകിച്ച് എടുത്തു പറയാൻ തോന്നിയില്ല. ജസ്റ്റ് ആ ഒരു ടോപ്പിക് അപ്പൊ ഒന്ന് വായിച്ചു പോകണം. എനിക്ക് സ്കിപ്പ്
ചെയ്യാതെ ഒന്ന് വായിച്ചു പോയാൽ മതി. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്ന ഒരു പാർട്ടാണ്, ഒരു ചെടിന്റെ പാർട്ടാണ് സ്റ്റെം കഴിഞ്ഞാൽ പിന്നെ ലീഫ് അല്ലേ. ലീഫിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ലീഫിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വീനേഷൻ പഠിക്കണം. അതായത് ലീഫിന്റെ ആ ഇലന്റെ അകത്ത് വരുന്ന വെയിൻസിന്റെ അറേഞ്ച്മെന്റ് അല്ലെ, വീനേഷനെ കുറിച്ച് പഠിക്കണം. എന്താണ് വീനേഷൻ എന്ന് പഠിക്കണം. പിന്നെ നമുക്ക് രണ്ട് തരത്തിലുള്ള ലീവ്സ് ആണുള്ളത്. സിമ്പിൾ ലീവ്സും ഉണ്ട്, കോമ്പൗണ്ട് ലീവ്സും ഉണ്ട് അല്ലെ. അതായത് മുരിങ്ങയുടെ ഇലയാണ് നമ്മുടെ കോമ്പൗണ്ട് ലീഫ്. നോർമൽ ആയിട്ട് ഇപ്പൊ ഒരു ഹിബിസ്കസിന്റെ ഇലയാണ് നമ്മുടെ സിമ്പിൾ ലീഫ്. മനസ്സിലായില്ല എന്താണ് സിമ്പിളും കോമ്പൗണ്ടും എന്ന്. അടുത്തതാണ് ഫില്ലോടാക്സി. എങ്ങനെയാണ് നമ്മൾ ഒരു ചെടിന്റെ തണ്ടില് അല്ലെ, ഒരു ചെടിന്റെ ഒരു തണ്ടില് എങ്ങനെയാണ് ലീഫ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? എല്ലാ ചെടിയിലും ഒരേപോലെയാണോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അല്ലല്ലോ. ഒരു ചെടിയിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യും, ചിലത് ഓപ്പോസിറ്റ് കറക്റ്റ് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആയിട്ട് ലീവ്സ് അറേഞ്ച് ചെയ്യും, ചിലതിൽ വേൾഡായിട്ട് അറേഞ്ച് ചെയ്യും. അപ്പൊ ഈ മൂന്ന് തരത്തിലുള്ള എങ്ങനെയാണ് ഒരു ചെടിയിലെ ഇലകൾ അല്ലെങ്കിൽ ഒരു തണ്ടിൽ അല്ലെങ്കിൽ ഒരു സ്റ്റെമ്മിൽ എങ്ങനെയാണ് ഇലകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നതാണ് നമ്മൾ ഫില്ലോടാക്സി എന്ന് പറയാം. അതിന് മൂന്നെണ്ണം, ഓൾട്ടർനേറ്റ്, ഓപ്പോസിറ്റ് ആൻഡ് വേൾഡ്. ഓക്കെ. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇൻഫ്ലോറസെൻസ് എന്ന് പറഞ്ഞാൽ ഈ കാര്യം. ഓക്കെ, ഇൻഫ്ലോറസെൻസ് നമുക്ക് രണ്ട് തരത്തിലുള്ള ഇൻഫ്ലോറസെൻസ് ആണുള്ളത്, റെസിമോസും സൈമോസും. റെസിമോസ് ഇൻഫ്ലോറസെൻസ് ആൻഡ് സൈമോസ് ഇൻഫ്ലോറസെൻസ് രണ്ടിനെയും ഡിഫറൻസ് ആയിട്ട് തന്നെ പഠിക്കുക. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ റെസിമോസ് ആൻഡ് സൈമോസ് ആയിട്ട് തന്നെ പഠിക്കുക. അങ്ങനെ ചോദിച്ച് കാണാറുണ്ട് എക്സാമിന്. അപ്പൊ എന്ത് ചെയ്യും, റെസിമോസും സൈമോസും നമ്മൾ ഡിഫറൻസ് ആയിട്ട് പഠിക്കുമ്പോൾ ഒറ്റയ്ക്ക് റെസിമോസ് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും, സൈമോസ് ചോദിച്ചാൽ എഴുതാൻ പറ്റും, ഡിഫറൻസ് ആയിട്ട് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പൊ റെസിമോസും സൈമോസും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പഠിച്ചു വെക്കണേ. അടുത്ത ഒരു പ്ലാന്റിന്റെ പാർട്ടാണ് നമ്മുടെ ലീഫ് കഴിഞ്ഞു, ഫില്ലോടാക്സ് ഒക്കെ കഴിഞ്ഞു. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ട് പാർട്ടാണ് ഫ്ലവർ എന്ന് പറയുന്നത് അല്ലെ, പൂ. എല്ലാ ചെടികളിലും ഒരേപോലെയാണോ പൂ അറേഞ്ച് ചെയ്ത്? എല്ലാ ചെടിയിലും ഒരേപോലെയാണോ ഫ്ലവറിന്റെ അറേഞ്ച്മെന്റ് ഉള്ളത്? അല്ല. അതിന് നമ്മൾ മൂന്നായിട്ട് പറയും. മൂന്ന് തരത്തിലാണ് ഒരു ചെടി, ഓരോ ചെടികളിലും ഫ്ലവറിന്റെ അറേഞ്ച്മെന്റ് ഉള്ളത്. ഹൈപ്പോഗൈനസ്, പെരിഗൈനസ്, എപ്പിഗൈനസ്. ഓക്കെ, ഹൈപ്പോഗൈനസ് ഫ്ലവർ, പെരിഗൈനസ് ആൻഡ് എപ്പിഗൈനസ് ഫ്ലവർ. മൂന്നിനും ഓരോ ഫിഗർ NCERT ടെക്സ്റ്റുകളിൽ മാത്രമല്ല എല്ലാ ടെക്സ്റ്റിലും പ്രൊവൈഡഡ് ആണ്. ഓക്കെ, അതിന് ആ ഫിഗർ എക്സാമിന് ചോദിക്കും, തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് ഫ്ലവർ ആണെന്ന് ചോദിക്കും. അങ്ങനെ ചോദിച്ചു കാണാറുണ്ട്. മൂന്നെണ്ണത്തിന് ഫിഗർ പ്രൊവൈഡഡ് ആണ്, ഹൈപ്പോഗൈനസ്, പെരിഗൈനസ് ആൻഡ് എപ്പിഗൈനസ് ഫ്ലവർ. ഓക്കെ. അടുത്തൊരു ടേം ഞാൻ പറയാം, ഫ്ലവർ റിലേറ്റഡ് ആയിട്ട് തന്നെയാണ്, ഈസ്റ്റിവേഷൻ. ഓക്കെ, ഈസ്റ്റിവേഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് ഈസ്റ്റിവേഷൻ. ഈസ്റ്റിവേഷനിൽ ഫർദർ ആയിട്ട് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈസ്റ്റിവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വാൽവേറ്റ് ഈസ്റ്റിവേഷൻ, ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷൻ, ഇംപ്രിക്കേറ്റ്, വെക്സിലറി. വാൽവേറ്റ്, ട്വിസ്റ്റഡ്, ഇംപ്രിക്കേറ്റ് ആൻഡ് വെക്സിലറി. ഇതിന്റെ ഫിഗറും ഇതിനുള്ള എക്സാമ്പിൾസും വൃത്തിയായിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, വാൽവേറ്റ്, ട്വിസ്റ്റഡ്, ഇംപ്രിക്കേറ്റ്, വെക്സിലറിന്റെ ആ ഫിഗർ വളരെ വളരെ ദാറ്റ് ഈസ് ഇപ്പൊ വെക്സിലറി ഈസ്റ്റിവേഷൻ എക്സാമ്പിൾ P ആണ്. അങ്ങനെ ഓരോന്നിനും എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വരച്ച് പഠിക്കണം, എക്സാമ്പിൾസ് എഴുതി പഠിക്കണം. ഓക്കെ, ഇനി അടുത്തതാണ് പ്ലാസന്റേഷൻ. പ്ലാസന്റേഷൻ എന്ന് പറഞ്ഞിട്ട് എന്താണ് പ്ലാസന്റേഷൻ? ഒവ്യൂളില്ലേ, നമ്മുടെ ഒവ്യൂൾ എങ്ങനെയാണ് ആ സീഡിനകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നതാണ് നമ്മുടെ പ്ലാസന്റേഷൻ എന്ന് പറയുന്നത്. പ്ലാസന്റേഷൻ നമുക്ക് ആക്സൽ പ്ലാസന്റേഷൻ, പറൈറ്റൽ പ്ലാസന്റേഷൻ, ഫ്രീ സെൻട്രൽ, ബേസൽ 4 എണ്ണാണ് ഉള്ളത്. സോറി 5 എണ്ണാണ് ഉള്ളത്, മാർജിനലും കൂടെ ഉണ്ട് കേട്ടോ. മാർജിനൽ, ആക്സൈൽ, പറൈറ്റൽ, ഫ്രീ സെൻട്രൽ ആൻഡ് ബേസൽ 5 പ്ലാസന്റേഷൻ ആണ് ഉള്ളത്. ഒവ്യൂളുകൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് 5 തരത്തിലാണ് ഉള്ളത് കേട്ടോ. അതിന് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിഗേഴ്സ് ഉണ്ട്. ആ ഫിഗർ വരച്ച് പഠിച്ചില്ലെങ്കിലും അത് ഐഡന്റിഫൈ ചെയ്യാനെങ്കിലും പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇതോടുകൂടി ഫ്ലവറിന്റെ കാര്യങ്ങൾ, അതായത് ഫ്ലവർ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തൊരു ഫ്ലവറിന്റെ ഏറ്റവും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഫ്രൂട്ട് അല്ലെ. ഫ്രൂട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പാർത്തിനോകാർപ്പിക് ഫ്രൂട്ട് എന്താണ്? അതിന് എക്സാമ്പിൾ. ഓക്കെ, പാർത്തിനോകാർപ്പിക് ഫ്രൂട്ട് എന്താണ്? ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ അല്ലേ പാർത്തിനോകാർപ്പിക് ഫ്രൂട്ട്, അതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പാർത്തിനോകാർപ്പിക് ഫ്രൂട്ട് എന്താണ്, അതിന് എക്സാമ്പിൾ പഠിച്ചേക്കണം. പിന്നെ ഡ്രൂപ്പ് ഫ്രൂട്ട് എന്താണ്? ഡ്രൂപ്പ്. ഓക്കെ, എക്സാമ്പിൾ എന്താണ്? മാംഗോ. മാംഗോ ഒരു ഡ്രൂപ്പ് ഫ്രൂട്ട് ആണ്. ഓക്കെ, പാർത്തിനോകാർപ്പിക്കിന് എക്സാമ്പിൾ എന്താണ്? പാർത്തിനോകാർപ്പിക്. ഡ്രൂപ്പിന് എക്സാമ്പിൾ മാംഗോ ആണ്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു പാർട്ടാണ് നമ്മുടെ പ്ലാന്റിന്റെ കേസിൽ സീഡ് എന്ന് പറയുന്നത് അല്ലെ. സീഡ് 2 തരത്തിലുള്ളത്, ആൽബുമിനസ് സീഡും നോൺ ആൽബുമിനസ് സീഡും. അപ്പൊ ആൽബുമിനസ് സീഡ് എന്താണ്, അതിന് എക്സാമ്പിൾ. നോൺ ആൽബുമിനസ് സീഡ് എന്താണ്, അതിന് എക്സാമ്പിൾ അല്ലെ. അത് രണ്ടും പഠിച്ചു വെക്കണം കേട്ടോ. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ NCERT ടെക്സ്റ്റിൽ ഈ ചാപ്റ്ററിന്റെ ഏറ്റവും ലാസ്റ്റ് പേജിൽ, ഈ ചാപ്റ്ററിന്റെ ഏറ്റവും ലാസ്റ്റ് പേജിൽ കേട്ടോ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, മോണോകോട്ടിലിഡനസ് സീഡിന്റെ ഡയഗ്രാം തന്നിട്ടുണ്ട്. മോണോകോട്ടിലിഡനസ് സീഡ്, സ്ക്യൂട്ടെല്ലം എന്നൊക്കെ പറഞ്ഞിട്ട്, പ്ലൂറ, സ്ക്യൂട്ടെല്ലം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഡയഗ്രാം മാർക്ക് ചെയ്യാൻ ചോദിക്കാറുണ്ട്. വരയ്ക്കാനും ചോദിക്കാറുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് പ്രാക്ടിക്കൽസിനാണോ വരച്ച് ചോദിക്കണമെന്ന് എനിക്ക് ഓർമ്മയില്ല. എക്സാംസിന് ജനറലി വരയ്ക്കാൻ വേണ്ടി ഇത് ചോദിക്കാറില്ല. മാർക്ക് ചെയ്യാനെങ്കിലും പഠിച്ചു വെക്കാം. ഓക്കെ, മാർക്ക് ചെയ്യാൻ പഠിച്ചു വെക്കാനോട് ഇമ്പോർട്ടൻറ്റ്. സ്ക്യൂട്ടെല്ലം ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ഈ പോകുന്ന ഒരു സെക്ഷൻ പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് ഫ്ലോറൽ ഡയഗ്രാം. ഫ്ലോറൽ ഡയഗ്രാം നമുക്ക് ഫ്ലോറൽ ഫോർമുലകൾ പഠിക്കാനുണ്ട്.
ബ്രാക്ടേറ്റ്, അങ്ങനെ പറഞ്ഞിട്ട് C9+1 അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ആ ഫ്ലോറൽ ഡയഗ്രാം 3 എണ്ണത്തിന് പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് ഫാബേസിയെ, സൊളനേസിയെ ആൻഡ് ലില്ലിയേസിയെ. ഫാബേസിന്റെ ഫ്ലോറൽ ഡയഗ്രാം വൃത്തിയായിട്ട് പഠിക്കണം, സൊളനേസിന്റെ വൃത്തിയായിട്ട് പഠിക്കണം, ലില്ലിയേസിന്റെ വൃത്തിയായിട്ട് പഠിക്കണം. എക്സാമിന് എന്തായാലും ചോദിക്കാൻ ചാൻസസ് വളരെ വളരെ ഹൈ ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കവർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏതെങ്കിലുമൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അടുത്തത് നമുക്ക് 4ാമത്തെ ചാപ്റ്ററിലേക്ക് വരാം. 4ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. ഓക്കെ, അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സില് ആദ്യം മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്, പെർമനന്റ് ടിഷ്യൂസ്, അങ്ങനെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് ടോപ്പിക്സ്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്താണ്, അത് 2-3 സെന്റൻസസ് ഒക്കെ വരുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് വായിക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് വായിച്ചു പോവാ. പെർമനന്റ് ടിഷ്യൂസിലേക്ക് എടുക്കുകയാണെങ്കിൽ പെർമനന്റ് ടിഷ്യൂസിലാണ് നമുക്ക് സിമ്പിൾ ടിഷ്യൂ ആയിട്ടുള്ള, സിമ്പിൾ ടിഷ്യൂ ഉണ്ട്, കോംപ്ലക്സ് ടിഷ്യൂ ഉണ്ട് പെർമനന്റില്. ഓക്കെ, സിമ്പിൾ ടിഷ്യൂലാണ് പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. അപ്പൊ പാരൻകൈമയിലെ സെൽ വാൾ എങ്ങനെയാണ്, കോളൻകൈമയിൽ എങ്ങനെയാണ്, സ്ക്ലീറൻകൈമയിൽ എങ്ങനെയാണ്, എങ്ങനെയൊക്കെ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കണം. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഓക്കെ, കോംപ്ലക്സ് ടിഷ്യൂ എടുക്കുകയാണെങ്കിൽ കോംപ്ലക്സ് ടിഷ്യൂലാണ് നമുക്ക് സൈലമും ഫ്ലോയമും വരുന്നത്. സൈലത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ സൈലത്തിന്റെ കോമ്പണൻസ് നമുക്ക് അറിഞ്ഞിരിക്കണം. സൈലത്തിനകത്ത് എന്തൊക്കെയുണ്ട്, സൈലത്തിന്റെ കോമ്പണൻസ് അല്ലെ, അത് നമുക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ടേമാണ് എൻഡാർക്ക് ആൻഡ് എക്സാർക്ക്. ഓക്കെ, എൻഡാർക്കും എക്സാർക്കും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തതാണ് നമുക്ക് ഫ്ലോയം. ഓക്കെ, ഫ്ലോയത്തിന്റെ ഇതേപോലെ കോമ്പോസിഷൻ പഠിക്കാം. ഫ്ലോയം ഫൈബേഴ്സ്, സ്റ്റീൽ ട്യൂബ്സ്, കമ്പാനിയൻ സെൽസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫ്ലോയത്തിന്റെ കേസിൽ നമുക്ക് പഠിക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്, സൈലത്തിന്റെ കേസിലും പഠിക്കാനുണ്ട്. അടുത്തത് കൺജോയിന്റ് വാസ്കുലാർ ബണ്ടിലും റേഡിയൽ വാസ്കുലാർ ബണ്ടിലും രണ്ടിനും ഡയഗ്രത്തിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, കൺജോയിന്റിലും റേഡിയലിലും ഡയഗ്രത്തിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് ആ ഡയഗ്രാം കൂടി ഒന്ന് നോക്കി പോവാ. അടുത്തത് ഡൈക്കോട്ട് ലീഫ്, മോണോക്കോട്ട് ലീഫ്, ഡൈക്കോട്ട് സ്റ്റെം, മോണോക്കോട്ട് സ്റ്റെം, അങ്ങനെ ഓരോന്ന് റൂട്ട്, ഡൈക്കോട്ടും മോണോക്കോട്ടിന്റെ റൂട്ടിന്റെ ഒക്കെ ഒരു 2-3 ഡിഫറൻസ് വെച്ച് പഠിച്ചു വയ്ക്കാം. മനസ്സിലാവുന്നുണ്ടോ? അടുത്തതാണ് ബുലിഫോം സെൽ എന്ന് പറഞ്ഞൊരു ടേം. ബുലിഫോം സെൽ അല്ലെങ്കിൽ ബുലിഫോം അപ്പാരറ്റസ് എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. ആ ടേം എന്താണെന്നൊന്ന് അറിഞ്ഞു വെക്കണം. അടുത്തത് ക്യാമ്പിയൽ റിംഗിന്റെ ഫോർമേഷൻ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്യാമ്പിയൽ റിംഗ് ഉള്ളതിന് മാത്രമേ സെക്കൻഡറി ഗ്രോത്ത് നടക്കുള്ളൂ. ശരിയല്ലേ? സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു വലിയ മരം, ദാറ്റ് ഈസ് ഇപ്പൊ തേക്കൊക്കെ എടുക്കുകയാണെങ്കിൽ തേക്കിൽ എന്തുണ്ട്, അവർക്ക് വിത്തിൽ അവർക്ക് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ആ വിത്തിൽ വരുന്ന വ്യത്യാസത്തിന് നമ്മൾ എന്ത് പറയാ, സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറയാം. അത് എല്ലാ കേസിലും നടക്കില്ല. അത് ക്യാമ്പിയൽ റിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ക്യാമ്പിയൽ റിംഗ് ഒരു മരത്തിൽ അല്ലെങ്കിൽ ഒരു പ്ലാന്റിൽ എങ്ങനെയാണ് ക്യാമ്പിയൽ റിംഗ് ഫോം ചെയ്യുന്നത് എന്നതിന്റെ ഫോർമേഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡയഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ നോക്കി പോകണം. ബയോളജിയുടെ ഡയഗ്രാംസ് ചോദിക്കാറുണ്ട്. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കാം. നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് 5ാമത്തെ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന ചാപ്റ്റർ ആണ്. കുറച്ച് ഇമ്പോർട്ടൻസ് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാനതിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യത്തിന്റെ ടോപ്പിക് ഞാൻ പറയാം. ഫ്ലൂയിഡ് മൊസൈക് മോഡൽ ഓഫ് സെൽ മെമ്പറൈൻ. സെൽ മെമ്പറൈന്റെ ഫ്ലൂയിഡ് മൊസൈക് മോഡൽ ആരാ പ്രപ്പോസ് ചെയ്തത്? സിംഗർ ആൻഡ് നിക്കോൾസൺ പ്രപ്പോസ് ചെയ്ത ഫ്ലൂയിഡ് മൊസൈക് മോഡലിന് വിത്ത് ഡയഗ്രാം ഒന്ന് പഠിച്ചേക്കണം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്, പഠിച്ചേക്കണം. അടുത്തത് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആൻഡ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം തമ്മിലുള്ള വ്യത്യാസം. അത് പ്രോട്ടീൻ ഉണ്ട്, പ്രോട്ടീൻ ഇല്ല, അതാണ് വ്യത്യാസമുണ്ട്, വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ഇതിന് ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് പറയാനുള്ളത് ക്രോമസോംസിന്റെ കാര്യം. ക്രോമസോം അറിയില്ലേ, നമ്മുടെ ജെനറ്റിക് മെറ്റീരിയൽ അല്ലെ? ഈ ജെനറ്റിക് മെറ്റീരിയലിന്റെ ക്രോമസോം 4 തരത്തിലാണുള്ളത്. ഏതൊക്കെയാണ് 4 തരം? മെറ്റാസെൻട്രിക്, സബ് മെറ്റാസെൻട്രിക്, അക്രോസെൻട്രിക് ആൻഡ് ടീരോസെൻട്രിക് അല്ലെ? മെറ്റാസെൻട്രിക്, സബ് മെറ്റാസെൻട്രിക്, അക്രോസെൻട്രിക് ആൻഡ് ടീരോസെൻട്രിക് അല്ലെ? ഇതിനകത്ത് നമ്മൾ ഈ സെൻട്രോമിയറിന്റെ വ്യത്യാസമാണ്. നടുക്ക് സെൻട്രോമിയർ വരുമ്പോൾ മെറ്റാസെൻട്രിക് എന്ന് പറയും. അങ്ങനെ സബ് മെറ്റാസെൻട്രിക്, അക്രോസെൻട്രിക്, ടീരോസെൻട്രിക് ഈ കേസിലാണെന്ന് പറയാം. വിത്ത് ഡയഗ്രാം ഒന്ന് പഠിച്ചേക്കണം. ഡയഗ്രാം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിച്ചു കാണാറുണ്ട്. പ്രീവിയസ് ഒക്കെ നോക്കിയിട്ട് പോട്ടെ. ബയോളജിന്റെ കേസിലൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ 2-3 വർക്ക്ഔട്ട് ചെയ്ത് പോയാൽ തന്നെ നമുക്ക് നല്ല കോൺഫിഡൻസ് ആയിരിക്കും എക്സാം അറ്റൻഡ്. നമ്മൾ നെക്സ്റ്റ് 6ാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാം. സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ അല്ലെ? സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾക്ക് അതിന് എന്താ പറയാ 3 മാർക്ക് ചെയ്യാൻ പറ്റുമല്ലേ? വെയിറ്റേജസ് ഞാൻ പറഞ്ഞിരുന്നത് വെയിറ്റേജ് വീഡിയോ അപ്ലോഡഡ് ആണ്. അപ്പൊ 3 മാർക്ക് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പില്ല 3 മാർക്കാണോ എന്ന്. ഈവന്റ്സ് ചോദിക്കാറുണ്ട്. മേജർ ഈവന്റ്സ് ഓഫ് ദീസ് സ്റ്റേജസ്. ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് വന്നിട്ട് ഈ സ്റ്റേജിൽ നടക്കുന്ന ഇവന്റ്, അതായത് ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ചെയ്തിട്ട് പോൾസിലേക്ക് പോകുന്ന ഇവന്റ് ഏതാണ്? മനസ്സിലാവുന്നുണ്ടോ? DNA സിന്തസിസ് എവിടെ നടക്കുന്നു, എസ് ഫേസ് നടക്കുന്നു, അങ്ങനെ ഓരോ ഫേസും ഓരോ ഇവന്റ്സ് ഏത് സ്റ്റേജിലാണ് നടക്കുന്നത് അതിനെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്ക് വേണം. അത്രേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ആ ചാപ്റ്ററിൽ. ശരിയല്ലേ? ഓരോ ഇവന്റ്സിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ധാരണകൾ ഉണ്ടെങ്കിൽ പിന്നെ ആ ചാപ്റ്റർ കഴിഞ്ഞല്ലോ. ഓക്കെ, 7ാമത്തെ ചാപ്റ്റർ ട്രാൻസ്പോർട്ടേഷൻ പ്ലാന്റ്സ്. ട്രാൻസ്പോർട്ടിംഗ് പ്ലാന്റ്സിന്റെ പ്രത്യേകത പ്ലാന്റ്സിനകത്ത് നടക്കുന്ന പല പല ട്രാൻസ്പോർട്ടേഷൻ, ഫുഡ് ആൻഡ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ, അത്രേ ഉള്ളൂ. അപ്പൊ അതിൽ വരുന്നതാണ് പോറിൻസ് എന്താണ്, അക്വാ പോറിൻസ് എന്താണ് എന്ന് നമ്മളൊന്ന് നോക്കി വെക്കണേ. പിന്നെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് യൂണിപോർട്ട്, സിംപോർട്ട് ആൻഡ് ആന്റിപോർട്ട്. അതിന്റെ വിത്ത് ഫിഗർ എക്സാംസിൽ ചോദിക്കാറുണ്ട്.
ഞാൻ എഴുതിയ എന്റെ പബ്ലിക് എക്സാമിന് ഇത് ചോദിച്ചിരുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് 3 ഡയഗ്രാം വിത്ത് ഡയഗ്രാം ഒന്ന് പഠിച്ചു വെക്കാം. ഡയഗ്രാം ഓക്കെ, വിത്ത് ഡയഗ്രാം നിങ്ങളുടെ ബുക്കിലുള്ളതാണല്ലോ, ഈ ഒരു ഷേപ്പിലുള്ള ഓവൽ ഷേപ്പിൽ വരയ്ക്കുന്നത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് പഠിച്ചു വെക്കണം. എന്തായാലും ചോദിച്ചു കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നമ്മുടെ NCERT ടെക്സ്റ്റിലും പൊതുവെ ടെക്സ്റ്റുകളിലൊക്കെ നമ്മുടെ 2 ബീക്കർ ഒരുമിച്ച് ഒരു ഗ്ലാസ് ഇതില് 2 ബീക്കർ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ട് ഒരു ഭാഗത്ത് കുറച്ച് മോളിക്യൂൾസ്, അപ്പൊ ഒരു ഭാഗത്ത് കുറച്ച് കോൺസെൻട്രേഷൻ, അപ്പുറത്തിൽ ഹൈ കോൺസെൻട്രേഷൻ, അപ്പൊ മോളിക്യൂൾ എവിടെ നിന്ന് എവിടേക്ക് പോകും, തിരിച്ചെവിടെ നിന്ന് വരും, അങ്ങനത്തെ അതായത് ഓസ്മോസിസിനകത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ അതൊന്ന് നോക്കി വെക്കണം. ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ടെക്സ്റ്റ് ബുക്സിലിട്ട് അതും കൂടെ ഒന്ന് നോക്കി വെക്കണം. പിന്നെ ഓസ്മോട്ടിക് പ്രഷർ എന്താണ്, റിവേഴ്സ് ഓസ്മോസിസ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. പ്ലാസ്മോളിസിസ് നോക്കി വെക്കുക. പ്ലാസ്മോളിസിന്റെ ഫ്ലസിഡിലെ H2O പുറത്തു പോകുന്നു, അകത്ത് വരുന്നു, ആ കാര്യം. പ്ലാന്റ് സെൽ പ്ലാസ്മോളിസിസ് എന്ന ടോപ്പിക്കിൽ വരുന്നത് നമ്മുടെ ഇംബൈബേഷൻ ആയിരുന്നു അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്. ഇംബൈബേഷൻ അറിയില്ലേ, നമ്മുടെ റേസൻസ് വെള്ളം അബ്സോർബ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, ഇംബൈബേഷൻ പറയാം. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് ഇംബൈബേഷൻ എന്ന് അറിഞ്ഞിരിക്കണം. അടുത്തതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അപ്പോപ്ലാസ്റ്റ് സിംപ്ലാസ്റ്റ് പാത്വേ. അതിന് ഫിഗർ ദാറ്റ് ഇസ് അതിന്റെ റെപ്രസെന്റേഷൻ ഉണ്ട്. അപ്പോപ്ലാസ്റ്റിക് പാത്വേക്കും സിംപ്ലാസ്റ്റിക് പാത്വേക്കും. ഓക്കെ, അത് രണ്ടും ആ റെപ്രസെന്റേഷൻ കൊടുത്തിരിക്കുന്ന ആ ഒരു ഡയഗ്രാം രണ്ടും നോക്കി വെക്കണം കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആണ്. അടുത്തതാണ് മാസ് ഫ്ലോ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞ ഒരു ഹൈപ്പോത്തസിസ്. ഓക്കെ, മാസ് ഫ്ലോ ഹൈപ്പോത്തസിസ് ഒന്ന് വായിക്കണം, ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് വായിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. ഓക്കെ, അടുത്ത നമുക്ക് 8ാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാം. ശരി, 8ാം ചാപ്റ്റർ പറഞ്ഞാലോ കേട്ടോ. 8ാമത്തെ ചാപ്റ്റർ ഞാനല്ലേ വീഡിയോ എടുത്തത്, എനിക്കറിയില്ലോ അല്ലേ. അടുത്ത് നമുക്ക് 8ാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാം. 8ാമത്തെ ചാപ്റ്റർ മിനറൽ ന്യൂട്രീഷൻ. ഓക്കെ, അതായത് നമ്മുടെ പ്ലാന്റിന്റെ ഗ്രോത്തിന് ഓരോരോ ടൈപ്പ് ഓഫ് മിനറൽസ് എത്രയൊക്കെ വേണം അങ്ങനെയൊക്കെ ഉള്ള ടൈപ്പ് ഓഫ് ആണ്. അതായത് മിനറൽസിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ചാപ്റ്റർ ആണ്. അപ്പോൾ ഹൈഡ്രോപോണിക്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഹൈഡ്രോപോണിക്സ്. അടുത്തത് ക്രൈറ്റീരിയ ഓഫ് എസെൻഷ്യാലിറ്റി, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള മിനറൽ അത് എടുക്കണമെങ്കിൽ അതിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ആ ഒരു ക്രൈറ്റീരിയ ഓഫ് എസെൻഷ്യാലിറ്റി കുറച്ച് പോയിന്റ്സ് ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ, അത് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞിട്ട് നൊഡ്യൂൾ ഫോർമേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം. ഇങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ടേംസ് മാത്രമേ നമ്മുടെ മിനറൽ ന്യൂട്രീഷനിലുള്ളൂ. ഹൈഡ്രോപോണിക്സ് വിടാതിരിക്കുക, ക്രൈറ്റീരിയ ഓഫ് എസെൻഷ്യാലിറ്റി വിടാതിരിക്കുക. ഓരോ മിനറൽസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏതൊക്കെയാണ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് പോവുക. ഞാൻ പറയുന്നത് മാത്രം പഠിച്ചതിന് A+ ഒന്നും കിട്ടില്ല. ഞാൻ പറയുന്നത് ജസ്റ്റ് പാസ്, അല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യരുത് എന്നുള്ള ടോപ്പിക്സ് മാത്രമാണ് ഞാൻ പറയുന്നത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ A+ കിട്ടുമോ എന്നൊന്നും അങ്ങനത്തെ കാര്യമൊന്നും അല്ല ഞാൻ പറയുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് 9th ചാപ്റ്ററിലേക്ക് കിടക്കാം. ദാറ്റ് ഇസ് ഫോട്ടോസിന്തസിസ് അല്ലെ. പ്ലാന്റ്സ് ഭക്ഷണം ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുക, ഫോട്ടോസിന്തസിസ് എന്ന് പറയാം. ലൈക്ക് ഇത് കുറച്ച് ഒരുപാട് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാപ്റ്ററിൽ തന്നെ വരുന്നുണ്ട്. ഓക്കെ, ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് LHC. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെക്കണം. ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും, ക്ലോറോപ്ലാസ്റ്റിൽ 2 ഫേസസ് ആണ്, ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും. ലൈറ്റ് ഫേസിനെ കുറിച്ച് പഠിക്കണം, ഡാർക്ക് ഫേസിനെ കുറിച്ചും അറിഞ്ഞിരിക്കണം. അടുത്തതാണ് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ. ഓക്കെ, ഫോട്ടോ ഫോസ്ഫോറിലേഷൻ ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്താണ് നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ ആൻഡ് സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ ഇമ്പോർട്ടന്റ് ആണ്. നോൺ സൈക്ലിക്കും സൈക്ലിക്കും കേട്ടോ. അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ട് മെൽവിൻ കാൽവിൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് പ്രപ്പോസ് ചെയ്ത സൈക്കിളാണ് നമ്മുടെ കാൽവിൻ സൈക്കിൾ അല്ലെ. കാൽവിൻ സൈക്കിളിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നമുക്ക് വേണം. കാൽവിൻ സൈക്കിൾ ഇമ്പോർട്ടന്റ് ആണ്. C4 പാത്വേന്റെ ഫിഗർ അല്ലെങ്കിൽ C4 പാത്വേ ഇമ്പോർട്ടന്റ് ആണ്. C3 സൈക്കിളും ഇമ്പോർട്ടന്റ്. രണ്ടും C4ഉം C3ഉം ഇമ്പോർട്ടന്റ് ആണ്. മെൽവിൻ കാൽവിന്റെ കാൽവിൻ സൈക്കിളും ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനത്തെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ C3 C4 കാൽവിൻ സൈക്കിൾ നോൺ സൈക്ലിക്കും സൈക്ലിക്കും ലൈറ്റ് ഫേസ് ഇതൊന്നും സ്കിപ്പ് ചെയ്യരുത്, ഇമ്പോർട്ടന്റ് ആണ്, എക്സാംസിന് ചോദിക്കാറുണ്ട്. നമുക്ക് 10ാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാം. റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്. എങ്ങനെയാണ് പ്ലാന്റ്സ് റെസ്പയർ ചെയ്യുന്നത്? റെസ്പിറേഷനിലൂടെ നമ്മളിപ്പോൾ റെസ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, എനർജി കിട്ടുന്നു. അതേപോലെ പ്ലാന്റ്സ് റെസ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്, അവർക്ക് എന്ത് ടൈപ്പ് ഓഫ് എനർജി കിട്ടുന്നു, എത്രത്തോളം കിട്ടുന്നു, അങ്ങനെ പല പല കാര്യങ്ങളോടെയാണ് കേട്ടോ അങ്ങനെയൊക്കെ പോകുന്നത്. അപ്പൊ എയറോബിക് റെസ്പിറേഷൻ ആൻഡ് അനറോബിക് റെസ്പിറേഷൻ തമ്മിലുള്ള വ്യത്യാസം. എയറോബിക് എന്ന് പറഞ്ഞാൽ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഓക്സിജൻ അല്ലെങ്കിൽ ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. അനറോബിക് എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ പറയുന്നതല്ലേ. ഇത് രണ്ടും നമ്മൾ വ്യത്യാസം ഒന്ന് അറിഞ്ഞു വെക്കണം. ഗ്ലൈക്കോളിസിസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ EMP പാത്വേ. ഓക്കെ, EMP പാത്വേ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗ്ലൈക്കോളിസിന്റെ സ്റ്റെപ്സ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റെപ്സ് ഓഫ് ഗ്ലൈക്കോളിസിസ് അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്തത് അനറോബിക് റെസ്പിറേഷൻ. ഇതിപ്പോ എയറോബിക്കിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ അനറോബിക് റെസ്പിറേഷന്റെ പാത്ത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്രബ് സൈക്കിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്രബ് സൈക്കിൾ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് ക്രബ് സൈക്കിൾ വരച്ച് പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ETS. ETS എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം.
അല്ലെ ETS ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. കപ്പ് സൈക്കിൾ വിടരുത്, ഗ്ലൈക്കോളിസിസ് സ്റ്റെപ്സ് വിടരുത്, EMP പാത്വേ വിടരുത്, ETS വിടരുത്. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മാത്രമേ പറയുന്നുള്ളൂ. നമുക്ക് ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കാം. ബോട്ടണിന്റെ 11th ചാപ്റ്റർ. ഞാൻ തുടക്കത്തിൽ 8 ചാപ്റ്റേഴ്സ് ആണെന്ന് പറഞ്ഞൊരു ഓർമ്മയുണ്ട്. 8 ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ, 11 ചാപ്റ്റർ ആണ് ടോട്ടൽ. അപ്പൊ 11ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് അല്ലെ. പ്ലാന്റിന്റെ വളർച്ചയ്ക്കും അവരെ ഡെവലപ്മെന്റിനും വേണ്ട കാര്യങ്ങൾ, പല പല ഹോർമോൺസ്, അങ്ങനത്തെ പല പല കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്നത്. ശരിയല്ലേ? ഫേസസ് ഓഫ് ഗ്രോത്ത്, പ്ലാന്റ്സിന്റെ ഫേസസ് ഓഫ് ഗ്രോത്ത് ഏതൊക്കെയാണ് ആ ഫേസസ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഗ്രോത്ത് റേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അരിത്തമെറ്റിക് ഗ്രോത്ത് റേറ്റും ജോമെട്രിക് ഗ്രോത്ത് റേറ്റും രണ്ടിനും ഗ്രാഫ് ഉണ്ട്. ഓക്കെ, അരിത്തമെറ്റിക് ഗ്രോത്ത് റേറ്റ് എന്താണ്, അതിന്റെ ഗ്രാഫ് നോക്കുക. ജോമെട്രിക് ഗ്രോത്ത് റേറ്റും എന്താണെന്ന് അറിഞ്ഞിരിക്കണം. സിഗ്മോയിഡ് ഓർ എസ് കർവ്, സിഗ്മോയിഡ് എസ് ഷേപ്പ് ഉള്ള ഒരു കർവ് ഇല്ലേ, അതിനെ കുറിച്ച് ആ ഒരു ഗ്രാഫ് വരയ്ക്കാൻ അല്ലെങ്കിൽ ഒരു കർവ് വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. അതിന്റെ മാർക്കിങ്സും സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. അബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. റിലേറ്റീവ് ഗ്രോത്ത് റേറ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അബ്സല്യൂട്ടും റിലേറ്റീവും. ഓക്കെ, അടുത്ത 3 ടേംസ് ആണ് ഡിഫറൻസിയേഷൻ, ഡീഡിഫറൻസിയേഷൻ, റീഡിഫറൻസിയേഷൻ. 3 ടേംസും ഇമ്പോർട്ടന്റ് ആണ്. കാരണം 3 നമുക്ക് കൺഫ്യൂസ് ആവാൻ ചാൻസ് അല്ല. 3 ടേംസ് ആണല്ലോ. അപ്പൊ കൺഫ്യൂസ്ഡ് ആവുന്ന സാധനങ്ങൾ എക്സാമിന് ചോദിക്കും. ഡിഫറൻസിയേഷൻ, ഡീഡിഫറൻസിയേഷൻ ആൻഡ് റീഡിഫറൻസിയേഷൻ. 3 വ്യത്യാസങ്ങളുണ്ട്. 3 വളരെ ഡിഫറെന്റ് ആണ്. 3 പഠിച്ചു വെക്കണം. ഓക്കെ, നമ്മൾ PGRS ആണ് അടുത്തത്. അതായത് പ്ലാന്റിന്റെ ഹോർമോൺസിനെയാണ്. എന്താണ് PGRS? പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് അല്ലെ. PGRS പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. പ്ലാന്റിന്റെ ഗ്രോത്തിനെ റെഗുലേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ. ചില കാര്യങ്ങൾ പ്ലാന്റിന്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അതായത് അത് വളരണം എന്ന് പറയുന്നത് കുറച്ച് കാറ്റഗറി ഓഫ് ഹോർമോൺസ് ഉണ്ട്. ചിലത് എന്ത് ചെയ്യാറുണ്ട്? ഇൻഹിബിറ്റ് ചെയ്യാറുണ്ട്, തടസ്സമായിട്ട് നിൽക്കാറുണ്ട്. ഗ്രോത്ത് പ്രൊമോട്ടേഴ്സും ഉണ്ട്, ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സും ഉണ്ട്. നമ്മുടെ നമുക്ക് പല പല ഹോർമോൺസ് ആണ്. നമ്മുടെ പ്ലാന്റ്സിന്റെ കേസിൽ പല പല ഹോർമോൺസ് ഉണ്ട്. അതിന് ഓരോന്നിന്റെയും ഡിസ്കവറിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അപ്പൊ ഓക്സിൻ എങ്ങനെയാണ് ഡിസ്കവേർഡ് ആയത്? ഗിബറലിൻ, സൈറ്റോകൈനസ്, എത്തിലിൻ, അബ്സിസിക് ആസിഡ്. ഈ ആസിഡുകൾ, ഈ ഹോർമോണുകളൊക്കെ എങ്ങനെയാണ് ഇൻവെന്റ് ചെയ്തത്? ഇൻവെന്റ് അല്ല, ഡിസ്കവറി. എങ്ങനെയാണ് ഡിസ്കവർ ചെയ്തത് നമുക്ക് ജസ്റ്റ് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. എക്സാമിന് ചോദിച്ചില്ലെങ്കിലും ഓരോ ഹോർമോൺസ് ചോദിക്കാറുണ്ട്. അപ്പൊ അത് ജസ്റ്റ് എങ്ങനെയാണ് ഡിസ്കവർ ചെയ്തതെന്ന് കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്തത് ഫോട്ടോ പീരിയോഡിസം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ടേം ആണ് ഫോട്ടോ പീരിയോഡിസം. അത് എന്താണെന്ന് നോക്കി വെക്കണം. വെർണലൈസേഷൻ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടേംസ് ആണ്, ജസ്റ്റ് ആ ടേം മാത്രം എന്താണെന്ന് അറിഞ്ഞാൽ മതി. സീഡ് ഡോർമെൻസി, സീഡ് റെസ്റ്റിലിരിക്കുന്ന പീരീഡിനെയാണ് നമ്മുടെ സീഡ് ഡോർമെൻസി എന്ന് പറയാം. ഓക്കെ, എല്ലാ സീഡും ഒരു പർട്ടിക്കുലർ പീരീഡ് എന്ത് ചെയ്യാറ്? റെസ്റ്റ് ചെയ്യാറുണ്ട്. അത് നമ്മൾ എന്ത് പറയും? സീഡ് ഡോർമെൻസി എന്ന് പറയും. ഇങ്ങനത്തെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് ഒക്കെയാണ് നമ്മുടെ ഇതിലുള്ളത്. ഞാൻ എല്ലാ ചാപ്റ്റേഴ്സിലും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. പാത്വേ ഒക്കെ നോക്കി വെക്കുക, വരച്ച് പഠിക്കുക, ലൈഫ് സൈക്കിൾസ് പഠിക്കുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇത് പഠിച്ചാൽ A+ കിട്ടും എന്നല്ല, ഒരിക്കലും നിങ്ങൾ ഈ ടോപ്പിക്സ് സ്കിപ്പ് ചെയ്യാതെ എക്സാമിന് പോകാന്നുള്ളതാണ്. ബോട്ടണി 30 മാർക്കാണ് നമ്മുടെ സ്കോർ. ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ ടോപ്പിക്സ് ഒക്കെ സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കുക. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ എക്സാംസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.